അൽഹംദുലില്ലാഹില്ലദീ കഫാ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ اللهم صل على سيدنا وشفينا وحبيبنا ومولانا محمد وعلى آل سيدنا وشفينا وحبيبنا ومولانا محمد وبارك وسلم عليه. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളെ, മറ്റു ഉസ്താദുമാരെ, ഉലമാക്കളെ, മുത്താലിമീങ്ങളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, സ്വലാത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി, നിശ്ചയം അല്ലാഹു അവൻ്റെ മലക്കുകളും തിരുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുവെന്ന്. ഇത് മാത്രം മതി നമുക്ക് സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. കാരണം സ്വലാത്ത് കൂടാതെ മറ്റൊരമലും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അഖറബുകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അക്സറുകും അലസ് സ്വലാഹ്, നാളെ സ്വർഗ്ഗലോകത്ത് എൻ്റെ ഏറ്റവും അടുത്ത സീറ്റുകാരൻ എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലത്തെ അളവില്ല. എന്നാലും അതിൽ നിന്ന് അല്പം ഞാൻ പറയാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒരിക്കൽ അസ്രായിൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവന്റെ റൂഹ് ഞാൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലു അർവാഹുൽ അംബിയാ, ഈ ലോകത്ത് കടന്നുപോയ 1,24,000 പരം അംബിയാക്കളുടെ റൂഹ് പിടിച്ചതുപോലെ ആയിരിക്കും അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയവരുടെ റൂഹ് ഞാൻ പിടിക്കുന്നത്. ഇത് മാത്രം മതി നമുക്ക് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രതിഫലം മനസ്സിലാക്കാൻ. പിന്നൊരിക്കൽ മീകായിൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയവർ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നബിയെ, അങ്ങയെ സ്നേഹിക്കുന്നവർ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നബിയെ. മീകായിൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയവരെ നാളെ പരലോകത്ത് വെച്ച് ഹൗലുൽ കൗസറിന്റെ ഹൗലിന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരും നബിയെ. അവരെ ഞാൻ ഹൗലുൽ കൗസർ എന്ന വെള്ളം പാനീയം കുടിപ്പിക്കും നബിയെ. പിന്നൊരിക്കൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് പറയുകയാണ്, നബിയെ, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരെ എനിക്കും ഇഷ്ടമാണ് നബിയെ, അങ്ങയെ സ്നേഹിക്കുന്നവരെ എനിക്കും ഇഷ്ടമാണ് നബിയെ. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അന അസ്ജുദു ലില്ലാഹ് മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന ചെമ്പിൻ്റെ മുകളിൽ ഞാനും നിങ്ങളും ഹാജരായി നിൽക്കുന്ന ആ ദിവസം സ്വന്തം മക്കൾ തൻ്റെ മാതാവിനെ വിളിച്ചു പറയുകയാണ്, പടച്ചറബിനോട് വിളിച്ചു പറയുകയാണ്, എന്നെ ഈ സ്ഥിതിയിൽ എത്തിച്ച് എൻ്റെ മാതാവിനെ നരകത്തിലേക്ക് അയക്കണേ. എൻ്റെ നാദാ, ഇവിടെ നിന്നിട്ട് എൻ്റെ കാലുകൾ പൊള്ളുന്ന റബ്ബേ, എനിക്ക് എൻ്റെ മാതാവിനെ കിടത്തിക്കൊണ്ട അല്ലാ, ഞാൻ എൻ്റെ മാതാവിൻ്റെ നെഞ്ചത്ത് നിന്ന് എൻ്റെ കാലിൻ്റെ ചൂടൊന്ന് മാറ്റട്ടെ റബ്ബേ എന്ന് സ്വന്തം മക്കൾ വിളിച്ചു പറയുന്നതാ. അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കളുടെ നന്മകളെല്ലാം എനിക്ക് തന്ന് എൻ്റെ നന്മകൾ അവരുടെ തലയിൽ കെട്ടിവെച്ച് അവരുടെ നരകത്തിലേക്ക് വലിച്ചെറിയണേ റബ്ബേ, എനിക്ക് നീ സ്വർഗം താന്ന് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്ന ഈ സ്വാർത്ഥതയിനിടയിലേക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം കയറിക്കൊണ്ടുവന്ന് സുജൂദിൽ കിടക്കുകയാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, എന്തേ ഇസ്രാഫീലെ സുജൂദിൽ കിടക്കുന്നത്? തല ഉയർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇല്ല റബ്ബേ, ഞാൻ തല ഉയർത്തുകയില്ല. നിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവർക്ക് നീ മാപ്പ് കൊടുക്കാതെ ഞാൻ തല ഉയർത്തുകയില്ല. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയവർക്ക് നീ മാപ്പ് കൊടുക്കാതെ ഞാൻ തല ഉയർത്തുകയില്ല എന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്. സ്വലാത്തിന്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും പീഡനത്തിലും കൂടിയും ഭീഷണത്തിലും സഹിക്കവയ്യാതെ നബി തങ്ങളും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ച ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി ഉണ്ടായിരുന്നു. ഏത് നേരവും ആ സഹാബിയുടെ നാവുകൾ സ്വലാത്ത് കൊണ്ട് തത്തിക്കളിക്കുമായിരുന്നു.
ഇത് ജൂതർക്ക് അതത്ര പിഴച്ചില്ല. കാരണം അവരുടെ ശത്രുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലല്ലേ ഈ സഹാബി സ്വലാത്ത് ചൊല്ലുന്നത്. ഒരു ദിവസം ഈ സഹാബി കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോയപ്പോൾ തക്ക സമയം നോക്കി ജൂതരാ സഹാബിയെ വളഞ്ഞുകൊണ്ട് പറയുകയാണ്, മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന നിന്റെ നാവ് ഞങ്ങൾ അറിയുമിടാന്ന്. ഇതിനൊന്നും ഒരു കുലുക്കവുമില്ലാതെ ആ സഹാബി വീണ്ടും വീണ്ടും ഉറക്ക സ്വലാത്ത് ചൊല്ലി ആനന്ദിക്കുകയാണ്. സഹിക്കാൻ വയ്യാതെ ജൂതന്മാർ ആ സഹാബിയുടെ നാവരിന് കയ്യിൽ കൊടുത്ത് പറയാണ്, ഇത് നിന്റെ മുഹമ്മദിന് പോയി കൊടുക്കടാന്ന്. കരഞ്ഞുകൊണ്ട് ആ നാവും പിടിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ആ സഹാബി ഓടുകയാണ്. എന്തിനാണ് ആ സഹാബി കരഞ്ഞത്? ഇനി ഞാൻ എങ്ങനെ തിന്നും, ഇനി ഞാൻ എങ്ങനെ ഒരു വാക്ക് സംസാരിക്കും എന്നായിരുന്നില്ല ആ സഹാബിയുടെ വിഷമം. ഇനി ഞാൻ എങ്ങനെ എൻ്റെ പ്രവാചകന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലും എന്നായിരുന്നു ആ സഹാബിയുടെ വിഷമം. അങ്ങനെ ആ സഹാബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് തൻ്റെ ഷറഫാക്കപ്പെട്ട ഉമ്മിനീല ആ നാവിൽ പുരട്ടി അതിൻ്റെ യഥാസ്ഥാനത്ത് വെച്ച് കൊടുക്കുകയാണ്. തൻ്റെ നാവ് തിരിച്ചു കിട്ടിയ സന്തോഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉറക്കെ വീണ്ടും വീണ്ടും സ്വലാത്ത് ചൊല്ലി ആ സഹാബി ആനന്ദിക്കുകയാണ്. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എൻ്റെ ഒരു ദിവസത്തിൽ 4/1 ഭാഗം ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, അത് വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അത്രയും ഖൈറായിരിക്കുമെന്ന്. ഉടനെ കഅബ് തങ്ങൾ മാറ്റി പറഞ്ഞു, ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗവും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, കൂടുതലായാൽ നിങ്ങൾക്ക് അത്രയും ഖൈർ. അങ്ങനെ അവസാനം ദിവസം മുഴുവനും അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലുമെന്ന വാഗ്ദാനത്തിലെത്തുകയാണ് കഅബ് തങ്ങൾ. നോക്കൂ നിങ്ങൾ കഅബ് തങ്ങൾക്ക് സലാത്തിനോടുള്ള മഹത്വം. കഅബ് തങ്ങൾക്ക് സലാത്തിൻ്റെ മഹത്വവും പ്രതിഫലം അറിഞ്ഞതുകൊണ്ടല്ലേ കഅബ് തങ്ങൾ ആ പ്രതിജ്ഞ എടുത്തത്. കഅബ് തങ്ങളെ അത്രയും നമുക്ക് സാധിക്കുകയില്ലെങ്കിലും ദിവസം പരമാവധി സലാത്ത് ചൊല്ലാൻ നാം ശ്രമിക്കണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ സലാത്ത് ചൊല്ലിയാൽ എനിക്കത് നേരിട്ടെത്തുമെന്ന്. സലാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനും സലാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ സ്വർഗ്ഗത്തിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാഫിള് മുഹമ്മദ് അലി മുസ്ലിയാർ കൊടുവള്ളി, സുംറ സാനിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فقد قال الله تعالى في شأن حبيبي إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകളെ, മറ്റു ഉസ്താദുമാരെ, പ്രിയ സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, അന്ധമായ അന്ധകാരത്തിൽ നിന്ന് ശുദ്ധമായ സന്മാർഗത്തിലേക്ക് ജനതയെ വഴി നടത്താനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. തിരുനബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി അധപ്പതനത്തിന് കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഔന്നത്യത്തിൻ്റെയും ഹിദായത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് ഉയർത്തുകയുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം അധികം സ്നേഹിക്കുകയും ചെയ്തു. അത് കാരണം ഈ ലോകത്ത് ആർക്കും ലഭിക്കാത്ത പദവികൾ അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും തൻ്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പ്രകാശം നിർഭരമാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള ഒരുവനിക്ക് 3 കാര്യങ്ങളിലൂടെ ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുമെന്ന് പറഞ്ഞ ഹദീസിൽ തിരുനബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി പറയുകയുണ്ടായി, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അതായത് അല്ലാഹുവും അവൻ്റെ റസൂലും മറ്റൊന്നിനേക്കാളും പ്രിയങ്കരനാകുന്നു. അല്ലാഹുവും അവൻ്റെ റസൂലും മറ്റൊന്നിനേക്കാളും പ്രിയങ്കരനാകുന്നു. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ വളരെ അധികം പദവികൾ കരസ്ഥമാകുന്നതുമാണ്. അതാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഖത്താബിന് പഠിപ്പിച്ചു കൊടുത്തത്. എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ എന്നേക്കാൾ പ്രിയപ്പെട്ടത് അങ്ങാണ് എന്ന് പറഞ്ഞ ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറേ,
നിങ്ങളുടെ ശരീരത്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകും വരെ നിങ്ങൾ പരിപൂർണ വിശ്വാസിയല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്നാൽ എനിക്ക് ഇപ്പോൾ എന്നേക്കാൾ പ്രിയപ്പെട്ടത് അങ്ങാണ്. അത് പറഞ്ഞ ഉമറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറേ, നിന്റെ ഈമാൻ ഇപ്പോൾ പരിപൂർണമായിരിക്കുന്നു. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം അധികം സ്നേഹിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബി വനിതയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം തൻ്റെ ഭർത്താവിനെയും തൻ്റെ മകനെയും തൻ്റെ സഹോദരനെയും തൻ്റെ പിതാവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിനയച്ചു. അവരുടെ തിരിച്ചു വരവ് കാത്തു നിൽക്കുന്ന മഹദിയോട് ഒരു വ്യക്തി വന്ന് പറയുകയാണ്, താങ്കളുടെ പിതാവ് വഫാത്തായി, താങ്കളുടെ പിതാവ് യുദ്ധത്തിൽ ഷഹീദായി. അത് കേട്ട മഹദി പറയുകയാണ്, എൻ്റെ റസൂലിന് ഒന്നും സംഭവിച്ചില്ലല്ലോ, എൻ്റെ റസൂല് സുഖമാണല്ലോ. പിന്നെയും ആ കാത്തു നിൽക്കുന്ന മഹദിയോട് ഒരു വ്യക്തി വന്ന് പറയുകയാണ്, തൻ്റെ പിതാവും തൻ്റെ മകനും തൻ്റെ ഭർത്താവും യുദ്ധത്തിൽ നിന്ന് ഷഹീദായിരിക്കുന്നു. അത് കേട്ട മഹദി പറയുകയാണ്, എൻ്റെ റസൂല് സുരക്ഷിതനാണല്ലോ, എൻ്റെ റസൂലിനൊന്നും സംഭവിച്ചില്ലല്ലോ. അത് പറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള മനസ്സവർക്ക് ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, തൻ്റെ പ്രവാചകന് സംഭവിച്ചേക്കാവുന്ന നഷ്ടത്തിന് മുന്നിൽ തനിക്ക് സംഭവിച്ച നഷ്ടം ഒന്നുമല്ല. അതായിരുന്നു ആ മഹദി പറയുകയുണ്ടായത്. ഇതായിരുന്നു ബഹുമാനികളെ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. അതുകൊണ്ട് നാം ഓരോരുത്തരും ജീവന് തുല്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക. ബഹുമാനികളെ, മഹാന്മാർ പറയുകയുണ്ടായി, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഅ്. തീർച്ചയായും ഒരു വ്യക്തി ആരെയാണോ സ്നേഹിക്കുന്നത് അവർ പറയുന്നത് പോലെ അനുസരിക്കും. അവരുടെ ഇഷ്ടമെന്താണോ അതുപോലെ അവൻ ജീവിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവർ പറയുന്നത് അനുസരിക്കുകയും അവർ വിരോധിച്ചത് പാടപെടുകയും ചെയ്യണം. അവർ എങ്ങനെയാണോ ജീവിച്ചത് അതുമാതിരി ജീവിച്ചാലേ നമ്മുടെ സ്നേഹം യാഥാർത്ഥ്യമാവുകയുള്ളൂ. ബഹുമാനികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരിക്കൽ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, മതസ്സാഅതു യാ റസൂലല്ലാഹ്, നബി തങ്ങളെ എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിനോട് തിരിച്ചു ചോദിച്ചു, മാ അഅദത്ത ലഹാ, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുങ്ങി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, ഞാൻ ധാരാളം നിസ്കാരമോ മറ്റു സൽക്കർമ്മമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ധാരാളം അധികം സ്നേഹിച്ചു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻത മഅ മൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കും നീ നാളെ മഹ്ശറയിൽ ഉണ്ടാവുക. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനികളെ, നാം ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നും ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്നും ഓരോ സത്യവിശ്വാസിയും ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കാരണത്താലാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം സ്നേഹിച്ചോ എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. അതാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ അങ്ങ് പറയുക, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക.
അതുകൊണ്ട് ഓരോ സത്യവിശ്വാസി നബി തങ്ങളെ സ്നേഹിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ വിരമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഖദ് ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഷെയ്ഖുന ഉസ്താദ് അവറുകളെ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ അതിമഹത്തായ കൃപയും ഫضലും കൊണ്ട് ജശ്നെ അൻവാർ 2024 വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കൂടലും പിരിയലും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തുന്നത് വഹുവ അർഹമുർ റഹീമീൻ എന്നാണ്. അഥവാ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. അഥവാ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ട് അയക്കപ്പെട്ടവരാണ്. നമ്മുടെ റബ്ബും നമ്മുടെ നേതാവും കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളായതിനാൽ നാം ഓരോരുത്തരും എത്രമാത്രം കരുണയുള്ളവരാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും കരുണയുള്ളവരാകണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാരുണ്യം നമ്മോട് ചെയ്യുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർറഹീമൂന യർഹമുർ റഹ്മാനു തബാറക വ തആല ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. കരുണയുള്ളവരോട് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആല കരുണ കാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. അധർമ്മത്തിലും അക്രമത്തിലും അനാചാരത്തിലും അജ്ഞതയിലും ആടിയുലയുന്ന ലോകത്തിന് ആശ്വാസവും സമാധാനവും ലഭിക്കാൻ ഇസ്ലാമിൻ്റെ കാരുണ്യ തീരത്തേക്ക് വന്നടുക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മാതാപിതാക്കൾ മക്കളോടും, ശക്തൻ ദുർബലനോടും, വലിയവൻ ചെറിയവനോടും, നേതാവ് അനുയായിയോടും, മുതലാളി തൊഴിലാളിയോടും, മനുഷ്യൻ മൃഗങ്ങളോടും കരുണ കാണിച്ചിരുന്നെങ്കിൽ ഈ ലോകം എന്നേ സ്വർഗതുല്യമായേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നലില്ലാഹി മിഅത റഹ്മ. അല്ലാഹുവിന് 100 കാരുണ്യമുണ്ട്. അതിൽ നിന്നൊരു ഭാഗത്തെ അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ അവൻ വീതിച്ചു നൽകി. ആ ഒരു കാരുണ്യത്തിൻ്റെ റഹ്മത്താണ് ഒക്കത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് മരച്ചില്ലയിലൂടെ പായുന്ന കുരങ്ങനും, കൂട്ടിലുള്ള കുഞ്ഞിന് കൊക്കിൽ ഭക്ഷണമായി പോകുന്ന കുരുവിക്കും, അതുകൂടാതെ ഈ ലോകത്തുള്ള ജന്തുജാലങ്ങളും ചരാചരങ്ങളും പരസ്പരം കാണിക്കുന്ന, കൈമാറുന്ന വാത്സല്യവും കാരുണ്യവും ഈ ഒരൊറ്റ റഹ്മത്തിൽ നിന്ന് വിരിയുന്ന പുഷ്പങ്ങളാണ്. അതിൻ്റെ സുഗന്ധമാണ് നമ്മുടെ ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും മശായിഖന്മാരിലൂടെയും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു ഗോത്ര നേതാവായ സ്വഹാബി അക്ര ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഹാജരായി. ആ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പൊന്നോമന പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും വാത്സല്യത്തിൻ്റെ ചുംബനം നൽകുകയായിരുന്നു.
ഇത് കണ്ട ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് റബ്ബ് സുബ്ഹാനഹു തആല 10 പെൺമക്കളെ തന്നിട്ടുണ്ട്. എനിക്ക് റബ്ബ് സുബ്ഹാനഹു തആല 10 മക്കളെ തന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരെയും ചുംബിച്ചിട്ടില്ല, അതിനൊരു പ്രാമുഖ്യം കൽപ്പിച്ചിട്ടില്ല. ഇത് കേട്ട അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യത്തെ എടുത്തു കളഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊരു കാരുണ്യത്തിൻ്റെ ലോക വിളംബരമല്ല, മറിച്ച് സമാനതകളില്ലാത്ത കാരുണ്യത്തിന്റെ കടലായിരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റഊഫുർ റഹീമുമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരികളാണ് ഉലമാക്കൾ എന്ന് നാം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിസ്കാരം നാം ഏറ്റുവാങ്ങിയതുപോലെ, അവിടുത്തെ നോമ്പ്, ഹജ്ജ്, സക്കാത്ത് നാം ഏറ്റുവാങ്ങിയതുപോലെ, അവിടുത്തെ ബാഹ്യമായ അമലുകൾ നാം ഏറ്റുവാങ്ങിയതുപോലെ, അവിടുത്തെ ആന്തരികവും നാം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അവിടുത്തെ കാരുണ്യവും നാം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നാം സജീവമാകേണ്ടതുണ്ട്. യതീമായ കുട്ടിയുടെ ശിരസിൽ കൈവച്ച് കാരുണ്യം കാണിച്ച തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടിയ വയറുമായി വന്ന് വിശപ്പിനെ കുറിച്ച് ആവലാതി പറഞ്ഞ, ഒട്ടകത്തിന്റെ പ്രശ്നം പരിഹരിച്ച തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന. അതേ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് നാം ഹയാത്താക്കിയാൽ 100 ഷഹീദിന്റെ വരെ പുണ്യമുണ്ടെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ സഹായിക്കുക, വിധവ സംരക്ഷണത്തിൽ പങ്കാളികളാവുക, വികലാംഗർ, നിത്യരോഗികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ തുടങ്ങിയ അവശ്യരെ നാം സഹായിക്കാൻ ചെന്നാൽ നമുക്കവിടെയും അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയും. ലോകത്തെവിടെയും കാണുന്ന ഇത്തരം കാരുണ്യ ഹസ്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ 100 കാരുണ്യത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കായി മാറ്റിവെച്ച ആ കാരുണ്യത്തിന്റെ കടാക്ഷം എത്ര വലുതായിരിക്കും. അതിനാൽ നമുക്ക് ആഖിറത്തിലെ ആ കാരുണ്യത്തിനായിട്ട് നമുക്ക് കൈകോർക്കാം. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. ദുനിയാവിൽ പടപ്പുകൾക്ക് കാരുണ്യത്തിന്റെ തണലേക്ക്, പടച്ചവനിൽ നിന്ന് കാരുണ്യത്തിന്റെ കടാശം കൈവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.